കോഴിക്കോടെന്ന് കേട്ടാ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്താ ഓർമ്മ വരാം? നല്ല ഭക്ഷണം, കനിവുള്ള മനുഷ്യർ, കാമ്പുള്ള കഥകൾ, ഈണമുള്ള ഗസലുകൾ, അങ്ങനെ ഒട്ടേറെ ഓർമ്മകളുടെ കപ്പലെടുക്കുന്ന തീരത്തിന് ഈ ദുനിയാവിൽ ഒറ്റ പേരേ ഉള്ളൂ, കോഴിക്കോട്. മേത്തോട്ടാണ് പോ. ചേച്ചി, എന്താ പേര്? പേര് ലളിത. എത്ര കാലമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 30 വർഷമായി. 30ഓ? 30 കൊല്ലായിട്ടോ? കോഴിക്കോട് തന്നെ? കോഴിക്കോട് സിറ്റിയില്? അപ്പൊ ആദ്യത്തെ ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാളായിരിക്കല്ലേ കേരളത്തില്? അതെ അതെ, ആദ്യത്തെ ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാളാണ്. ഈ ഓട്ടോയിൽ കയറുന്ന ആൾക്കാരൊക്കെ ആര് ജയിക്കും, രാഘവേട്ടൻ ജയിക്കും, കരീംക്ക ജയിക്കും എന്നൊക്കെ പറയണ്ടാ? ഓരോരുത്തര് ചിലവര് കരീംഖാന്റെ ആൾക്കാർ കയറിയാൽ നമ്മളോട് അഭിപ്രായം ചോദിക്കും. അവരെന്നെ കരീംക്ക ജയിക്കുന്ന അവര് തീരുമാനം എടുക്കും. ഹലോ, ആര്യൊക്കെ വരുന്നു? അമ്മേ, ഇതെന്താ ഈ പെട്ടെന്ന് വരുന്നു? അലുവായി ഇരിക്കല്ല. ദേവു ഇവിടെ? ദേവു ഇല്ലേ, ഞാൻ പെട്ടെന്ന് ഒരു ഇലക്ഷന്റെ ഷൂട്ട് എന്റെ മണ്ഡലം കോഴിക്കോട് മണ്ഡലം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഓഫീസിൽ പോയില്ലെന്ന്. അതെയാ? ഇല്ല ഇല്ല, ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. അപ്പൊ കോഴിക്കോട് മണ്ഡലം എവിടേക്കായി തുടങ്ങും? കോഴിക്കോട് മണ്ഡലം എന്റെ മണ്ഡലം കാണിക്കണം. തോട്ടത്താഴ് അങ്ങാടിന്ന് തുടങ്ങിക്കും. അങ്ങാടിന്ന് തുടങ്ങണം. അവിടെ ആൾക്കാർ സംസാരിക്കൂലേ നമ്മളെ പറ്റി, രാഷ്ട്രീയം എന്നെ എല്ലാവർക്കും അറിയണല്ലേ. ശരി, സൻസ് എവിടെ? സൻസ് എവിടെ? എന്നാ അവിടെയും കൂടി സൻസിനെയും കൂടി കണ്ടിട്ട് പോവാ അല്ലേ? കണ്ടിട്ട് തുടങ്ങിക്കോട്ടോ. എന്നാ ബാഗ് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കാം. ബാഗ് വെച്ചോളെ. ഹലോ, പണി കഴിയാറായോ? പണി ഇതാ കഴിഞ്ഞോണ്ടിരിക്കണ്. 90% കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം കയറാൻ പറ്റുമോ? നമുക്ക് വീട്ടിൽ കൂടെ നടത്താൻ പറ്റുമോ? മാസം കൂടണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാരും സഹായിച്ചാ വേണ്ടില്ല. എന്താ കോഴിക്കോട് എന്താ സീൻ? ആർക്കാ സാധ്യത? സാധ്യത പറഞ്ഞാല് എളമരങ്കരിയും ഒരു സർവശക്തനാണ്. പക്ഷെ സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ വീണ്ടും രാഘവനാവാനാണ് സ്ഥിതി. ഓർമ്മയുണ്ടോന്നോ? എന്നെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ, കല്യാണം കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് വന്നില്ല. ഞാൻ ജോലി അവിടെ തിരുവനന്തപുരത്തല്ലേ, അപ്പൊ അതുകൊണ്ട് വാർത്ത കാണും. പക്ഷെ കാണാറുണ്ടോ? ദിവസം കാണലുണ്ട്. വാർത്ത മാതൃഭൂമിയാണ് ആദ്യം വെക്കുക. അത് കഴിഞ്ഞിട്ടാ ബാക്കിയെല്ലാം താഴോട്ട് താത്തല്ലോ. സാധ്യത രാഘവനാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്നാലും കരീംക്ക മോശമൊന്നുമില്ല. ശരി, അപ്പൊ ഞാൻ അടുത്ത ഫൈറ്റിംഗ് ആണ്. ആണല്ലേ? നല്ല ഫൈറ്റ് അല്ലേ? നല്ല ഫൈറ്റ് ഉണ്ടാവും. ഇവിടുത്തെ അവസ്ഥ എൻ്റെ അഭിപ്രായം LDF അനുകൂലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു LDF ചിന്താഗതിക്കാരനാണ്. ഞാനിപ്പോൾ അതിനോടും പറയാം. ഓർമ്മയുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ അച്ഛനെ കൂടി കണ്ടുപോയിട്ടുള്ളൂ. ഇലക്ഷൻ കുഴപ്പമില്ല. ഇവിടെ പ്രചരണമൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ടില്ല. എന്റെ പൊന്നത് എങ്ങോട്ടാന്ന് പോകുന്നതെന്ന് ചോദിക്കേണ്ട സ്ഥിതി. 1.5 ലക്ഷം കഴിഞ്ഞു എന്തായാലും പവന്റെ വില. അപ്പൊ നമുക്ക് നാട്ടിലൊരു സ്വർണ്ണക്കടയിൽ കയറി വെക്കാം എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിട്ട്. ചേട്ടാ നമസ്കാരം. ഓർമ്മയുണ്ടാ? ഞാൻ ഇവിടെ തന്നെയാ വീട്. ഇലക്ഷൻ ഒക്കെ അല്ലേ? ആൾക്കാർ വന്നോ? ഇന്നലെ രാഘവേട്ടൻ വന്നിരുന്നു. പിന്നെ MT രമേശ് എത്തിയിട്ടുണ്ട്. എല്ലാ സാധനം കരീമ വന്നിട്ടുണ്ടായിരുന്നു. ചാൻസ് ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ കോഴിക്കോട് വൻ മാറ്റം സംഭവിക്കാൻ പോവാ. വലിയ മാറ്റം എന്നൊക്കെയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വൻ മുന്നേറ്റം നടത്തുന്നുള്ളതാണ്. മോദി ഫാനാണ്. കേരളത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം എന്തായാലും ഒരു 5 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. മീനില്ലാതെ എന്ത് കോഴിക്കോടാണ്? അപ്പൊ നമ്മളിവിടെ ചേട്ടൻ എന്തൊക്കെയാ സ്പെഷ്യല്? എല്ലാ മീനുകളും ഉണ്ട്. നമ്മൾ മാത്രമേ ഇവിടെ മാന്താന്നുള്ള അവരോട് ഞാൻ തിരുവനന്തപുരത്തല്ലേ, അവിടെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഈ മീൻ പോലും ഇല്ല. എന്താണ് ഇവിടെ ഇലക്ഷൻ ഒക്കെ? എന്താ ഇലക്ഷൻ ഇങ്ങനെ ചൂട് പിടിച്ച് വരില്ല. ഇപ്പൊ ആർക്കാ സാധ്യത? ചാൻസ് ആർക്കാ? ചാൻസ് രാജ്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് ഭരിക്കണം. കോൺഗ്രസ് തിരിച്ചു വരും തീർച്ചയായിട്ടും. ഇതാണ് എന്റെ ക്യാമ്പസ്. ഞാൻ പഠിച്ച, എന്നെ ഞാനാക്കിയ എന്റെ കലാലയം. മലബാറിലെ ഏറ്റവും തലയെടുപ്പുള്ള കോളേജ് ഫറൂഖ് കോളേജ്. ഹായ് സീഡിയ. ഹലോ, നമസ്കാരം. തിരക്കാണോ? തിരക്കാവുന്ന സ്വാഭാവികമാണല്ലോ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ? ഒരു സെക്കൻഡ് നോക്കൂ. ഓർമ്മയുണ്ടോ? അത് മറക്കാൻ പറ്റും. നമ്മളെ ഹൃദയത്തിൽ ഒട്ടിച്ചു വെച്ച സ്ഥലങ്ങളല്ലേ. അതെല്ലേ, നമ്മുടെ ഫറൂഖ് കോളേജ്.
പുതിയ വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവേശം കണ്ടപ്പോൾ ഞാനും ആ പ്രകടനത്തിൽ നിന്നു. അന്നാകെ 11 ആളാണ് ആ പ്രകടനത്തിൽ. ആ പ്രകടനത്തിൽ നിന്നതിന് നന്നായിട്ട് സമ്മാനം എനിക്ക് ചിലർ തന്നു. കയറുന്ന ആദ്യത്തെ ദിവസം തന്നെ നല്ല നിലയിൽ തല്ല് കിട്ടി SFIൻ്റെ പ്രകടനത്തിൽ നിന്ന്. അങ്ങനെ സമ്മാനങ്ങൾ നല്ല നിലയിൽ അവിടുന്ന് കിട്ടി തുടങ്ങി. പക്ഷെ 5 കൊല്ലം അവിടെ പഠിച്ചു. 5ാമത്തെ വർഷം ഞങ്ങൾ 9-ൽ 5 ജനറൽ സീറ്റിൽ ജയിച്ചു. അപ്പൊ ശരി, അടുത്ത ഫോഴ്സിക്ക് കാണാം. ഓ കാണാം. അപ്പൊ നിങ്ങളെ നമ്മുടെ കോഴിക്കോട് മണ്ഡലത്തിലെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അതിന്റെ മുമ്പ് ഒരു പേരിന്റെ രാഷ്ട്രീയം പറഞ്ഞുതരാം. ആരുടെ പേരിന്റെ രാഷ്ട്രീയം? എൻ്റെ പേരിന്റെ രാഷ്ട്രീയം. അതായത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം മാമന്മാരാണ്, ചെറിയച്ഛനും വലിയച്ഛനും ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ്റെ അനിയന്മാരാണ് കുട്ടികളുടെ പേരിടാം. അപ്പം എൻ്റെ അച്ഛനൊരു കോൺഗ്രസ്സുകാരനാണ്. അച്ഛന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പേര് പ്രിയദർശിനി എന്നിടണം, ഇന്ദിരാ പ്രിയദർശിനിയിലെ പോലെ പ്രിയദർശിനി എന്നിടണം. പക്ഷേ പേരിട്ട ആള് അച്ഛൻ്റെ ഒരു അനിയൻ, ഒരാള് കമ്മ്യൂണിസ്റ്റുകാരനാണ്, പുള്ളി ആണ് പേരിട്ടത്. അങ്ങനെയാണ് EMSൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തിൻ്റെ പേര് എനിക്ക് വീണത്. അപ്പോൾ ഇതെൻ്റെ തറവാടാണ്. അപ്പം ഇവിടെ ഇരുന്ന് ഈ അച്ഛൻ്റെ അനിയന്മാരിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയവും ഫുട്ബോളും ഒക്കെ, ബാറ്റിസ്റ്റ് ഊട്ടേനെ പറ്റിയിട്ടും അതോടൊപ്പം കാക്കയെ പറ്റിയിട്ടും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ വീട്ടിലിരുന്നാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം നമുക്കൊന്ന് കാണാം. അല്ല ഭീമ, ഞാൻ 2009 ആദ്യം വോട്ട് ചെയ്തപ്പം എൻ്റെ ആദ്യത്തെ പാർലമെന്റ് വോട്ട് അന്നായിരുന്നു. അന്നും നിങ്ങളെ UDFന്റെ സ്ഥാനാർത്ഥി MK രാഘവനായിരുന്നു. ഇന്നും നിങ്ങൾക്ക് രാഘവേട്ടനേ ഉള്ളൂ, വേറെ ആരും ഇല്ല? അതുകൊണ്ടല്ല, രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേതാവാണ്. താഴെത്തട്ടത്തിലെ ജനങ്ങളായിട്ടുള്ള അത്രയ്ക്ക് ആത്മീയ ബന്ധം ആ കാൻഡിഡേറ്റ്, ആ സ്ഥാനാർത്ഥിക്കുണ്ട്. പുതിയ തലമുറക്ക് മാറി കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ അതുകൊണ്ടൊന്നുമില്ലല്ലോ. അതിലിപ്പോ നിൽക്കുന്ന ഇപ്പൊ മാറി കൊടുക്കേണ്ട ആള് കരീംക്കല്ലേ? കരീം എന്ന് പറഞ്ഞാൽ കരീംക്കുണ്ട്. അതെന്തുകൊണ്ട് കാരണം അയാൾക്ക് 70 വയസ്സ് നിർത്തി. ചെറുപ്പക്കാരില്ലാണ്ട് കോഴിക്കോട്ട് ശക്തരായ ചെറുപ്പക്കാർ CPM ഇപ്പോഴും മാറിക്കൊടുത്താല് പിന്നെ ഇങ്ങനെ മറ്റേ നമ്മളിങ്ങനെ കുളത്തിലെ വെള്ളം കെട്ടിക്കണവര് കെട്ടിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കാര്യങ്ങൾ, മന്ത്രിമാർ ചെയ്യുന്ന കാര്യങ്ങൾ, മണ്ഡലത്തിൽ ആരെയും കൊണ്ടുവന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ പെട്ടെന്ന് അവകാശവാദത്തിന് ഒരു സുപ്രഭാതത്തിൽ നിറച്ച് പോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോർഡുകൾ ഉണ്ടാവും, രാഘവട്ടം ചെയ്തതാണിട്ട്. ഈ രാത്രി അതുണ്ട്. അതിലത്ര അർത്ഥമല്ലേ? രാഘവേട്ടനാ വരുന്നത്, നിങ്ങൾ കണ്ടല്ലേ? അപ്പൊ ഓരോരോ മനസ്സിലും ഒരു ഏട്ടന്റെ സ്ഥാനം രാഘവേട്ടന് വരുന്നുണ്ട്. ഇവര് പറയുന്ന CPM സ്ഥാനാർത്ഥികള് ഇപ്പൊ ബംഗാളില് CPM അതിവിടെ പറഞ്ഞു വെച്ചാല് അതല്ല, ആ മുന്നണീനെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിന്റെ പരിപാടി ഇപ്പോഴത്തെ അതല്ല, ബോംബെയില് നടന്ന നല്ല തിരക്കായിരിക്കില്ലേ ഉത്സവത്തിനെ കൊണ്ട്? ഉത്സവത്തിന്റെ നല്ല തിരക്കാണ്. എന്താ ചാൻസ്? എന്താ കോഴിക്കോട് ആർക്കാ ചാൻസ്? രാഘവേട്ടന് തന്നെ, സംശയമില്ല. വേറെ ഒരാൾ ഇതിനെപ്പറ്റി പറയാൻ പോലും ഇല്ല. നമുക്ക് ഏർപ്പാട് ഉണ്ണിയേട്ടാ സുഖല്ലേ? കമ്മിറ്റി കൂടെ ഞാനും കൂടി ചേർന്നോട്ടെ? സ്ഥാനാർത്ഥികളൊക്കെ വന്നോ തൊഴാൻ തളിയില്? രമേശൻ വന്നിരുന്നു ആദ്യം, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. രമേശനാണ്. പിന്നെ രമേശന് സാധ്യതയുണ്ടോ അവിടെ? പറയാൻ പറ്റില്ല, നമ്മളിപ്പോ അങ്ങനെ മാറ്റി ചിന്തിക്കോ പ്രാവശ്യം കോഴിക്കോട്? മാറ്റി ചിന്തിക്കണമെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. എത്ര ചിന്തിക്കേണ്ടി വരും? കാരണം എല്ലാവർക്കും പ്രതീക്ഷ രാഘവേട്ടനാണ്. കോഴിക്കോടിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ വികസന സ്വപ്നം എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു എയിംസ് വരുമോ? എല്ലാ ബജറ്റിലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. ആ എയിംസിനായി സംസ്ഥാന സർക്കാർ കണ്ടുവച്ചിരിക്കുന്ന 200 ഏക്കർ ഭൂമി. എയിംസ് വരാത്തത് മനസ്സിലാക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി കിട്ടാത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ബജറ്റിലും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ MP MK രാഘവന് പല തവണയും ഈ ആവശ്യങ്ങൾ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എയിംസ് വരിക എന്നുള്ളത്. അപ്പം എല്ലാ ആളുകളും ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, സ്വാഗതം ചെയ്യാം. എന്നും വരാറുണ്ടോ ബീച്ചില്? ഇല്ല, എന്നും വരാറില്ല. ഇപ്പൊ വീട് കുന്നമംഗലം, കോഴിക്കോട് മണ്ഡലമാണ്. കോഴിക്കോട് മണ്ഡലം. താമര താമര വിരിയാനല്ലേ? ഇത്തവണ LDF ജയിക്കുന്നാണ് വിചാരിക്കുന്നത്. പോരായിട്ടല്ല, രാഘവേട്ടൻ നല്ല മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയം, മിഠായി തെരുവ്. ഇലക്ഷന്റെ ഒക്കെ കാര്യങ്ങൾ കോഴിക്കോട് ആര് ജയിക്കും? ആര് ജയിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത തോന്നുന്നു. കാരണം ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്.
നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് കൊള്ളാം. അതെ അതെ, വേറെ നേട്ടമൊന്നും എനിക്ക് ഫീൽ ഇലക്ഷനെ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ സംസ്ഥാനത്ത് ഒറ്റ സ്ഥാനത്ത് പോലും യുവാക്കളില്ല. എല്ലാം പ്രായമുള്ള മലപ്പുറത്ത് വസീഫ് ഉണ്ടല്ലോ, വടകര ഷാഫി ഉണ്ടാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ കണ്ണൂർ, അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും മാക്സിമം എല്ലാവരും കാസർഗോഡ് എല്ലാം പ്രായമുള്ള ആളുകളെ യുവാക്കളെ കൊണ്ടുവരണം. നല്ല കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം.